ഡാനി, നമുക്ക് എവിടെയെങ്കിലും പോയാലോടി? സത്യം പറയാലോ, എനിക്ക് ഇവിടെ ബോറടിക്കുക. എവിടെ അത് വേണോടി? ഒന്നാമത് എനിക്ക് നല്ല മടിയാവുണ്ട്. പിന്നെ എന്തിനാ ഇപ്പൊ പുറത്തോട്ടൊക്കെ പോയിട്ട് പൈസ കളയണോ? പൈസ ഒക്കെ കുറെ പോകൂലേ നമ്മ പുറത്തോട്ട് പോയാ? We're beautiful like diamonds in the sky. Shine bright like a diamond. Shine bright like a diamond. ബെസ്റ്റ്. ഞാൻ എന്നിട്ട് അവളോട് പറഞ്ഞ് നീ ഇങ്ങനെ കണ്ടുപിടിച്ച് കിടന്നു. ആ എടി, ഞാനൊരു കാര്യം പറയട്ടെ. ഒരുത്തൻ എനിക്ക് മെസ്സേജ് അയച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്ത് ചെയ്യും? എടി, നീ അവന്റെ പ്രൊഫൈലൊക്കെ മര്യാദ നോക്ക്. എന്നിട്ട് ജെന്യുവിൻ ആണെന്ന് തോന്നണുണ്ടെങ്കിൽ മാത്രം നീ മെസ്സേജ് അയച്ചാ മതി. പിന്നെന്തേലും ഷോക്കായിട്ട് സംസാരിച്ചാ ബ്ലോക്ക് ചെയ്തേക്ക്. ഓക്കെ, എന്നാ നീ നോക്ക്. എനിക്ക് നോക്കിയാൽ മനസ്സിലാവുന്നില്ല ഫേക്കാണോ റിയൽ ആണോന്നൊന്നും. നീ നോക്ക്. എന്നൊരു കാര്യം ചെയ്, നീ അതെങ്ങോണ്ടാ, ഞാൻ നോക്കിട്ട് പറയാം. യവനാ എന്റെ പൊന്നഫ്രു, വെറുതെ ഇരിക്കെ. നീ മെസ്സേജ് അയക്കണ്ടവന്. അറിയാവുന്നോണ്ട് പറയൂ ഇവനെ വേണ്ട. നിനക്കറിയോ? എങ്ങനെ അറിയാം? എന്താ ഡാനി, ക്രഷറാണോ നിന്റെ? എന്റെ പൊന്നു മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ ക്രഷോ ഓപ്പോന്നുമല്ല ഇത്. ഇത് മുട്ടാനാ എന്റെ ചേട്ടൻ ഡാനിയല്. എന്നാലും നിനക്ക് മെസ്സേജ് കോണ്ടേ പൊന്നിനാ. അല്ല, ഇന്ന് വിളിക്കുക കൊടുക്ക. അയ്യോ, ഇതാണോ ഡാനിയേട്ടൻ? കൊള്ളാലോടി. എല്ലാരും നിന്നെ പോലൊന്നും അല്ല. പുള്ളി എന്നാ എനിക്ക് മെസ്സേജ് ചോദിക്കട്ടെ, ഞാൻ ഉണ്ടെന്നേ ഫോൺ. എന്റെ പൊന്നെപ്പോഴും നീ മെസ്സേജ് ഒന്നും അയക്കല്ലേ. അവനൊരു കാട്ടു കോഴിയാട്ടോ, വേർതിരിക്കി. മെസ്സേജ് അയച്ചാ പിന്നെ നിനക്കൊരു സ്വസ്ഥതയും തരൂല. വേണ്ടാട്ടോ. എടി, നിന്നെ വിളിച്ചിട്ട് കിട്ടാന്നിട്ട് എനിക്കെല്ലാം മെസ്സേജ് അയച്ചതായിരിക്കും. നീ ഇങ്ങനെ കോഴിത്തരം എന്ന് പറയല്ല. ആദ്യം തന്നെ നമുക്ക് ആദ്യം നോക്കാം. എങ്ങാനും പുള്ളി കോഴിത്തരം വല്ലതും കാണിക്കണമെങ്കിൽ പോകലാ പോരെ. പിന്നെ അവൻ എന്നെ കിട്ടാന്നിട്ട് നിനക്ക് മെസ്സേജ് അയച്ച തന്നെ. എന്റെ പൊന്നു മോളെ, എന്നെ അന്വേഷിച്ച് എന്നെ വിളിക്കൂല, പിന്നെയാണ് നിനക്ക് മെസ്സേജ് അയക്കാൻ പോണത്. ഇടി, അവൻ കോഴിയാടി, അതുകൊണ്ടാ. നീ എന്തായാലും മെസ്സേജ് അയച്ചു നോക്ക്. കോഴിത്തരം എങ്ങനെ അടിച്ച എന്നോട് പറയണം. അവനോട്ടുള്ളതേ ഞാൻ കൊടുത്തോളാം. എന്തെങ്കിലും ആവട്ടെ, പുള്ളി എന്താ മെസ്സേജ് അയച്ചെന്ന് ചോദിക്കട്ടെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിവിടെ വേറൊരു സാധനം കൂടെ ഉണ്ടായിരുന്നില്ലേ, അവളെന്തി? ഹലോ മൈ ഗേൾസ്, എന്താണ് രണ്ടുപേരൂടെ? ആഹാ, വന്നിട്ടുണ്ടല്ലോ. എവിടെയായിരുന്നു മോള് ഇത്ര നേരം? ഞാനൊരു ചെറിയ ഡേറ്റിന് പോയതാ. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഹിം ബിക്കോസ് ഹീസ് എ കോഴി. എനിക്കിഷ്ടായില്ല. അവളുടെ ഡേറ്റ് എന്റെ വായിന്നെല്ലാം കേൾക്കും. ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് ഇവിടെ നടക്കുമ്പോ ഡേറ്റിന് പോയക്കണ്. ഇതിനൊക്കെ പറഞ്ഞിട്ട് പോയിക്കോട്ടെ പിശാശൻ. ഞാൻ കൂടുതലൊന്നും പറയണില്ല. പിന്നെ എപ്പോഴും വല്ലതും കേട്ടായിരുന്നോ കോഴിയാണെന്ന് അവൻ? ഈ പറയണ ആളിതൊന്നും അല്ലായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചാന്. ഈ പറയണ ആളോട്ട് കോഴിയില്ല. ഓ, ഇപ്പൊ അതായ വലിയ കാര്യം. അതൊക്കെ വിട്. നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരുന്നേ? ഓ, ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചൊന്നുമില്ല. ഇവളുടെ ചേട്ടനെ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതാ. വാട്ട് ഡാനി, യു ഹാവ് ആൻ എ ബ്രദർ? പറഞ്ഞില്ലല്ലോടി. അല്ല, പേരെന്താ? ഫോട്ടോ ഉണ്ടോ? കാണിച്ചു തന്നെ. എന്റെ പൊന്നു ജസു, എന്നിട്ട് എന്തിനാടി? അവനെ വെറുതെ വിടൂലല്ലോ നീ. അതുകൊണ്ടാ ഞാൻ നിന്നോട് പറയാതിരുന്നത്. വെറുതെ എന്തിനാ ആ ചെറുക്കനെയും കൂടെ അവന്റെ വായി നിനക്കിട്ട് കേക്കോള്. വാട്ട് ഡാനി, എന്താണ് ഇങ്ങനെയൊക്കെ പറയണേ? അങ്ങനൊന്നും പറഞ്ഞൂടാ.
എടി ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന നിനക്ക് തോന്നാനുണ്ടോ? ഒരേ പ്രാവശ്യം കാണിച്ചു തന്നാ മതി. പിന്നെ നിന്നെ പോലെയാണെങ്കിൽ ഞാൻ നോക്കൂല, സത്യം, അമ്മയാണ് സത്യം. നിന്നെ പോലെയാണെങ്കിൽ ഞാൻ നോക്കൂല. പിന്നെ കണ്ട, എഫ്രോനെ കണ്ടും നീ പഠിക്കണം. അവക്കൊരു ചേട്ടനുള്ള ആരും അവൾ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നീ എന്നോട് പറഞ്ഞിട്ടില്ല. കൊള്ളാടി, നീ കൊള്ളാം. നീ എന്നെ പോലാണെങ്കിൽ നീ അവനെ നോക്കൂലേ? എന്നാ നീ കേട്ടോ, അവൻ കറക്റ്റ് എന്നെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നീ അവനെ നോക്കണ്ട, വിട്ടേക്ക്. പിന്നെ എഫ്രോന്റെ ഏട്ടന്റെ കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നീ അവനെ കണ്ടിട്ടില്ലല്ലോ. കാണൂല, കാരണം എഫ്രോ നിന്നെ കാണിക്കൂല. എന്താ കാരണമെന്ന് എനിക്കറിയാം. നീ അവനെ നോക്കിയ പിന്നെ നീ അവനെ വിടൂല. എഫ്രോനറിയാ, അതുകൊണ്ട് അവൻ നിന്നെ കാണിക്കാത്തേ. പിന്നെ ചേട്ടനാണെന്ന് പറഞ്ഞെന്നുള്ളത്, കാരണം നീ നോക്കാതിരിക്കെ. മനസ്സിലായില്ലേ? ഓ അപ്പൊ രണ്ടുപേരും അങ്ങനെയാണ് ഉണ്ടാക്കണേ, ഒരു കോഴിയായിട്ട്. കൊള്ളാം എന്തായാലും. എടി, എനിക്ക് നിന്റെ ഏട്ടനൊന്ന് കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡാനിയുടെ ഏട്ടനെ എനിക്കെന്തോ കാണാൻ തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളു. എടി പട്ടികളെ, എനിക്കൊണ്ടടി അച്ഛനാങ്ങളെ, ഇന്നൊന്ന് കാണിച്ചെന്താണ് നിരക്കൊക്കെ. ഡാനി ഒരു പ്രാവശ്യം കാണിച്ചാടി, പിന്നെ ഞാൻ ചോദിക്കൂല, സത്യം. എന്റെ പൊന്നു ചേച്ചു, അഭിനയം നിർത്ത്, മതി. എനിക്ക് കണ്ടേക്കാൻ വയ്യ. ഞാൻ കാണിച്ചു തരാം പണ്ടാറം. ഡാനി, ഞാൻ കാണിച്ചു കൊടുക്കുക കേട്ടോ. എന്നെക്കൊണ്ട് വയ്യതൊക്കെ ഒന്നും കണ്ടേക്കെ. എന്നാ ഇതാ കാണ്, ഇതാ ഉള്ള ഏട്ടൻ. ഇതാണ് നിന്റെ ഏട്ടൻ? കൊള്ളാലോ. ഡാനി, ഞാനൊരു സത്യം പറയട്ടെ, ഇവൻ നിന്നെ പോലെ അല്ല കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ചേട്ടനെ എനിക്ക് ശരിക്കും ഇഷ്ടായി. ബാക്കിയുള്ളവരോട് തോന്നണ പോലെ അല്ലാടി, എനിക്ക് ശരിക്കും ഇഷ്ടായി. എനിക്ക് തരൂ പ്ലീസ്, എതിർക്കരുത്, നോക്കിക്കൊണ്ടിടിയേ. ആഹാ, എന്റെ ഏട്ടൻ തീർന്നടേ എഫറോ. നീ എന്തേലും ചെയ്യും. അല്ല, ഞാനാണോടി നിന്നെ പ്രേമിക്കണേ? നീ അപ്പനോട് ചോദിക്ക്, എന്നോട് ചോദിക്കണ്ട. നിനക്കിഷ്ടമാണെങ്കിൽ നീ അവളെ വെട്ടെ എന്തെങ്കിലും ചെയ്തു. പിന്നെ എന്റെ കൂട്ടുകാരത്തിയാണ് ദൈവത്തീർത്താനോട് പറയരുത് പ്ലീസ്, എനിക്ക് വയ്യ അവന്റെ ഒന്നും കൂടെ കേക്കാൻ ഓരോന്ന്. കൊള്ളാം, പേടിക്കണ്ട. എന്റെ ഏട്ടൻ ഇതുപോലെ പെടാൻ പോയതാ, ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ട. എന്നോട് ഫോട്ടോ വെച്ചു, ഞാൻ കാണിച്ചു കൊടുത്തില്ല. പക്ഷെ ഞാനൊരു തള്ളി, അവനൊരു ചിക്കണെന്ന്. പക്ഷെ ആ പൊട്ടിനൊരു ചിക്കൊന്നുമില്ല, പെണ്ണൊന്നുമില്ല. ഇപ്പൊ പെണ്ണ് കിട്ടാൻ വേണ്ടി കിടപ്പുണ്ട്. ഇപ്പൊ വേറെ ഏതോ പെണ്ണിന്റെ കുറെ കിടപ്പുണ്ടെന്നൊക്കെയാ കേട്ടെ. മിക്കവാറും അത് അതില് കൊള്ളും. എന്താവോ എന്തോ. കൊള്ളാം, എന്തായാലും രക്ഷപ്പെട്ടിട്ടേ. എടി, നീ നിന്റെ ഏട്ടന്റെ ഫോട്ടോ കാണിച്ചു തന്നേ, കാണട്ടെ. എന്തായാലും ഇപ്പൊ എന്റെ ഏട്ടന്റെ കണ്ടു, ഇനിയിപ്പൊ നിന്റെ ഏട്ടന്റെ കൂടെ കാണിച്ച നോക്കട്ടെ കാണാൻ എങ്ങനെയുണ്ടെന്ന്. എടാ, എനിക്ക് നിന്നെ ഫോട്ടോ ഇത് എന്നെ കണ്ടു. ഞാനാ അവൻ ശരിക്കും. കറക്റ്റ് ഞങ്ങൾ അച്ഛത് വാർത്തതാ, പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല. അവനിപ്പൊ ഒരു വിഗ് വെച്ചു കൊടുത്താ ഞാനാന്ന് പറയുള്ളൂ. ഇപ്പൊ എന്റെ ഈ മുടി ഞങ്ങളെ വെട്ടിയ ഞാൻ അവനാണെന്ന് പറയും. അതാ ഞങ്ങൾ തമ്മിലുള്ള എന്താ ഇപ്പൊ അതിനെ പറയാ, ഐഡന്റിക്കലാണോ? ഐഡന്റിക്കൽ എന്താ ഒട്ടിച്ചേർന്നിരിക്കണല്ലേ. ഞങ്ങൾ കറക്റ്റ് ഒരു അച്ഛനെ വാർത്തതാ. ഐ ആം സോ എക്സൈറ്റഡ് ടു സീ ഹിം. നിന്നെ പോലെ ആയിരിക്കണമെന്ന് പറഞ്ഞപ്പോ കാണാൻ ഒരു ത്വര. കാണിക്ക്. എന്തായാലും ഇപ്പൊ നിന്നെ പോലെയാണെന്നല്ല പറഞ്ഞത്, ഫോട്ടോയിലൊന്ന് കാണട്ടെ. ഓക്കെ, കാണിച്ചുതരാം. എന്തായാലും ഒരാഗ്രഹം പറഞ്ഞല്ലേ. കാണുന്നില്ല പിശാചിന്റെ ഫോട്ടോ ഒക്കെ ഒന്നും. ഇവനധികം ഫോട്ടോ ഒന്നും എടുക്കാറില്ല, അത് വേറൊരു കാര്യമുണ്ട്. കിട്ടി. അത്ര നല്ല ഫോട്ടോ ഒന്നും അല്ല, എന്നാലും അവൻ എടുത്തതിലൊരു ഫോട്ടോ. എന്നാ ഇതാവേ. എന്റെ അമ്മൂടാടിയേട്ടൻ കൊള്ളാലോടി. ഈസ് നൈസ് ആൻഡ് ഹാൻസം. എന്തായാലും നിങ്ങളെ കാണാൻ ഒരേപോലെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ട്വിൻസ് ഒന്നുമല്ലല്ലോ. ഇവനല്ലേ മൂത്തത്? നോ, വി ആർ നോട്ട് ട്വിൻസ്. അവൻ എന്നെക്കാളും 2 വയസ്സിനെ കണ്ട് മൂത്തതാ. പക്ഷേ ബട്ട് വി ഹാവ് ദ സെയിം ഫേസ്. അതെങ്ങനെയാടി? അതെനിക്ക് ഒരു ഇത്തം പിടിയും കിട്ടിയിട്ടില്ല ഇത്ര ആളായിട്ട്. പക്ഷേ ഞങ്ങൾക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിനെക്കാളും ഞങ്ങളെ പോലെയല്ല. ഷീസ് ഡാം ബ്യൂട്ടിഫുൾ. വാട്ട്? അപ്പൊ നിങ്ങൾ 3 മക്കളായിടാ? ചേച്ചിനെ കാണിച്ചേ. ചേച്ചി ലുക്കാണോ അപ്പൊ? കുട്ടിമോ ലുക്കാണല്ലോ. കാണിക്കേ, ചേച്ചിനെ കൂടെ കാണട്ടെ.
ആ ചേച്ചി ഞങ്ങള് കാണിച്ചു തരാം, എന്നിട്ട് നീ പറ എങ്ങനെയുണ്ടെന്ന്. ഞങ്ങളുടെ ആരാ നല്ലതെന്ന് പറയണേ. ആ ഇതാണ് ചേച്ചി, എങ്ങനെയുണ്ട്? ഞങ്ങൾ വിളിക്കണ വൈൽഡ് ബ്യൂട്ടി എന്നാ. എടി ഞാൻ എങ്ങനെ പറയാനാടി നിങ്ങൾ ആരാ നല്ലത്? ബിക്കോസ് യു ഗൈസ് ആർ ഡാം ബ്യൂട്ടിഫുൾ ആൻഡ് എക്സ്പെഷ്യലി നീ നിന്റെ ഏട്ടനും ഒരേപോലെ ഇരിക്കുന്നേ. നിങ്ങൾ രണ്ടുപേരും ഡിക്റ്റോയാ. ഇതിന് നിങ്ങൾ ആരാ നല്ലതെന്ന് ഞാൻ എങ്ങനെ പറയും? പിന്നെ നിങ്ങൾ ഒന്നിനൊന്നും മെച്ചുവാ. പക്ഷെ നിങ്ങളുടെ ചേച്ചി ഡിഫറന്റാ, കാണാനും നല്ല ലുക്കാണ്. പക്ഷെ എനിക്ക് നിങ്ങളെ ആരാ നല്ലതെന്ന് പറയാൻ പറ്റൂല, കാരണം നിങ്ങൾ മൂന്നുപേരും ഡാം ബ്യൂട്ടിഫുൾ. പിന്നെ നിങ്ങൾ ജേസുവിനോടേക്ക് അവൾ ആരാ നല്ലതെന്ന്, കാരണം പുള്ളിക്ക് ഈ ബ്യൂട്ടി കോൺഷ്യസിനോട് ഭയങ്കര ഇതല്ലേ. അപ്പൊ നീ അവളോടേക്ക് ജേസു എന്റെ ഏട്ടനെ വായ നോക്കി കഴിഞ്ഞെങ്കിൽ ആ ഫോൺ കൊണ്ടുവന്നേ, എന്നിട്ട് ഇവിടെ ചോദിച്ചതിന് ഉത്തരം പറ. ശരി. ആ ഈ ഒരു കാര്യം ഞാൻ വിട്ട്, ഈ കാര്യം നമുക്ക് പിന്നെ പറയാം. അതെ, ഇപ്പൊ ടീം ലീഡ് എന്നെ വിളിച്ചായിരുന്നു നമ്മുടെ. അപ്പൊ പുള്ളി പറഞ്ഞു നാളെ രണ്ടുപേര് വരും, എന്നിട്ട് നമുക്ക് ബുസാൻ വരുമെന്ന് പോകേണ്ടി വരും. നാളെ അല്ല, മറ്റന്ന. അപ്പൊ രണ്ടുപേര് വന്നിട്ട് അവര് നമ്മളോട് പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് 3 പേരെ കൊണ്ടുപോകുന്നാ പറഞ്ഞേ. ആരൊക്കെയാണെന്നറിയില്ല, 3 പേരെ കൊണ്ടുപോകുന്നാ പറഞ്ഞേ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നാളെ എന്തായാലും കൃത്യസമയത്ത് ഓഫീസിൽ എത്തിക്കോണം, കേട്ടല്ലോ? രണ്ടിനോടും കൂടെ നേരത്തെ എഴുതിട്ടോണം. അല്ലേ നീ ഇന്നലെ ആരൊക്കെയോ ഓരോന്ന് പറഞ്ഞില്ലേ? വന്നില്ലല്ലോ കൂടി. എപ്പോഴാ ഇനിയൊക്കെ തന്നെ? അവരൊക്കെ എപ്പോഴും വരും. അല്ല നീ എന്തിനാന്നൊക്കെ അന്വേഷിക്കണേ? ജേസു, എങ്ങാനവര് വരുമ്പോ അവരെങ്ങാനും നീ വായി നോക്കിയ. ഇന്നലെ എനിക്ക് പ്രോമിസ് തന്നതാ എന്റെ ഏട്ടനടാട് വേറെ ആരെ നോക്കൂടെന്ന്. എന്റെ സ്വഭാവം മാറും കേട്ടോ. എന്റെ പൊന്നെ, ഞാനൊന്ന് ചുമ്മാ ചോദിച്ചെന്നുള്ളു. സോറി ഡാനി, അത് ഞാൻ ചുമ്മാ ചോദിച്ചതാടി, സത്യം. ഞാൻ അല്ലാണ്ട് എനിക്ക് വേറെ വായ നോക്കാനൊന്നുമില്ല. ചുമ്മാ ആയതുകൊണ്ട് കൊള്ളാം. എന്നാ വാ പോയി വർക്ക് ചെയ്യാ, ഇവിടെ ആരും നോക്കിക്കുവാ. വാ. ഹലോ, എക്സ്ക്യൂസ് മീ, കുട്ടിയുടെ പേരെന്താ? As novinhas tão sensacional, sensacional. എന്നോടാണോ ചോദിച്ചേ? എന്റെ പേര് എഫ്രീന. ചേട്ടന്റെയോ? ചേട്ടനാ? അങ്ങനെ വിളിക്കണമെന്നൊന്നുമില്ല, ജോ എന്ന് വിളിച്ചാ മതി, അതാ എനിക്കിഷ്ടം. കുഴപ്പമില്ല, ഞാൻ ചേട്ടാന്ന് വിളിച്ചോളാം. എടാ പാട്ടി, നീ എന്താണ് ഇവിടെ? നീ പോളി, ഞാൻ സംസാരിക്കണുണ്ടോ നിനക്ക്? ഞങ്ങള് ആരൊക്കെങ്ങള്? നീ കൂടെ മാട്ടിക്കണ്ണ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്റെ ഫ്രണ്ട്സിനെ എങ്ങനെ വായ നോക്കാനാണ് നിന്റെ ഉദ്ദേശം? നോക്കി കൊല്ലും വന്നു ഞാൻ നിന്നെ. നീ എന്തിനാ അവിടെ ഇങ്ങനെയൊക്കെ പറയണേ? മിണ്ടാതിരിക്കും പണ്ടാറമേ. എടി പോത്തെ, നിനക്ക് ഇത്രയായിട്ട് മനസ്സിലായില്ലേ? എടി ആ മുഖത്തോട്ടൊന്ന് നോക്കടി, അവൻ എന്നെ പോലില്ലേ? എടി ആ പന്നിന്റെ ചേട്ടനാടി പണ്ടാരം. പന്നി നീ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്ന? സത്യം കേടാ. അയ്യോ, നിന്റെ ചേട്ടനായിരുന്നോ? ചേട്ടാ, ചേട്ടന്റെ ഇവിടെ പറഞ്ഞോടെ? അതന്നെ എനിക്കറിയാത്ത ഈ പിശാച് എന്താണ് ഇവിടെ? സത്യം പറടാ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഒന്നും മിണ്ടാതിരിക്കോ, ഓഫീസ് കിടക്കണ നല്ലതല്ലേ?
കുട്ടി, ഞാനത് ബുസാനി പോവാൻ 3 പേരെ സെലക്ട് ചെയ്യാൻ വന്നതാ. അല്ലാട്ടാ, അപ്പൊ ചേട്ടനൂടെ ആരും ഉണ്ടാവോന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ചേട്ടൻ മാത്രമുള്ളല്ലോ. അവൻ വന്നില്ല. അവന് ഒരു സ്ഥലം വരെ പോവാനുണ്ടായിരുന്നു. പിന്നെ എന്നോട് സെലക്ട് ചെയ്യാനാ പറഞ്ഞത്. അപ്പോ ഞാൻ നോക്കട്ടെ, ഇന്നൊരു ദിവസം ഉണ്ടല്ലോ സെലക്ട് ചെയ്യാൻ. അപ്പോ എന്തായാലും നിങ്ങൾ 2 പേരും ചിലപ്പോ അതിലുണ്ടാവും. ഈശ്വര, ഇവൻ അതിനായിരുന്നു വന്നത്. ഏട്ടാ, അതില്ലേ എന്നെ സെലക്ട് ചെയ്യോ? എന്റെ പൊന്നേട്ടനല്ലേ? ഇല്ല, നിന്നെടുക്കൂല. നിനക്കേ കുറച്ച് ബഹുമാനക്കുറവുണ്ട്. പക്ഷെ ഇവരെ 2 പേരെ ഞാൻ കൊണ്ടുപോകും. നീ ഇവിടെ തന്നെ ഇരിക്കും മോളെ. എന്റെ പൊന്നേട്ടനല്ലേ? എന്തുവാണോ സെലക്ട് ചെയ്യും? ഞാൻ ചുമ്മാ പറഞ്ഞിട്ടടക്ക്. ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം പറയട്ടെ. അതെ, നിന്നെ സെലക്ട് ഒക്കെ ചെയ്യാം. പക്ഷെ നിന്റെ വിളിക്കണം മറ്റേ ആ കൊച്ചില്ലേ, അവളോട് പറയാൻ പറ. അവൾ പറഞ്ഞ ഞാൻ സെലക്ട് ചെയ്യാം. ഇവിടെ കാട്ടു കോഴി, നിന്നുണ്ടല്ലോ കാണിച്ചു തരാം. ഞാൻ പറയാം. ഡാനി, എടി ഞാനൊരു കാര്യം പറയട്ടെ. അതെ, എന്റെ ചേട്ടനോട് നീ ഒന്ന് പറയോടി എന്നെ സെലക്ട് ചെയ്യാൻ. പിശാശ് ഞാൻ പറഞ്ഞ കേക്കൂല. അയ്യോ, ഞാനെന്ത് പറയാനാ? ഞാൻ പറഞ്ഞ കേക്കൂ? നീ തന്നെ പറ. എടാനി, ഒന്ന് പറയടി പ്ലീസ് ഡി. എടി ഞാൻ പറഞ്ഞ പിശാശ് പറഞ്ഞ കേക്കൂല, അതുകൊണ്ടാ. നീയൊക്കെ പറഞ്ഞ എന്തായാലും കേക്കും. ഡാനി, നീ പറയടി. എന്നാ ഞാൻ പറയാ. അല്ല, ഞാൻ എന്തൊന്നാ പറയണ്ട? അത് പറഞ്ഞതാ വിശാശേ. എടി നീ പ്രത്യേകിച്ചൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞുതരാം. ചേട്ടാ, അവള് ബുസാനി പോകുമ്പോ സെലക്ട് ചെയ്യോ ഒരാൾക്കാരെ? ആ കൂട്ടത്തിൽ അവളെ ഒന്ന് സെലക്ട് ചെയ്യോന്ന് ചോദിച്ചാ മതി. ഓക്കെ, കുട്ടി എന്തായാലും പറഞ്ഞതല്ലേ. ഓക്കെ ജിസു, അപ്പൊ പാക്കൊക്കെ ചെയ്ത് വെച്ചോ 3 ഞാൻ പിക്ക് ചെയ്യാൻ വരും. അപ്പൊ വർക്ക് ചെയ്തോ. See you tomorrow. Then Ifru, bye. പോടോ കോഴി. മര്യാദക്കലങ്ങുണ്ടല്ലോ, ഞാൻ ചേച്ചിനോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. എന്റെ പൊന്നു മോളെ ചതിക്കല്ലേ. ദൈവത്തെ ഓർത്ത് ചേച്ചിനോടൊന്നും പറയല്ലേ. ഞാനൊന്നും ആലോചിക്കട്ടെ. നീ ഇപ്പൊ എന്തായാലും പോ മോനെ. ചെല്ലി എങ്ങനെ വർക്ക് ചെയ്യട്ടെ. ശരി എന്നാ. നിനക്ക് ചേച്ചിയുണ്ടോ? എന്റെ ചേച്ചിയുടെ പേര് കൊള്ളാലോടി. പിന്നെ അല്ലാണ്ട് ചേച്ചിയുണ്ട്. പിന്നെ ചേച്ചിയുടെ പേര് ജോലമ്മ. ചേച്ചി പൊളിയാണ്, ഏവനെ പോലെ ഒന്നുമല്ല. ചേച്ചി അടിപൊളിയാണ്. നിന്റെ ചേട്ടൻ എന്താ കുഴപ്പം? പുള്ളി കമ്പനി ആണല്ലോ, പൊളിയാ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എനിക്ക് പറയരുത്, എന്നെ തല്ലരുത്. അതെ, എനിക്ക് ഡാനിലല്ലാതെ ഒരു ചേട്ടനും കൂടെ ഉണ്ട്. ഡെറിക്കെന്നാ പേര്. ഞങ്ങളും 3 മക്കളാ. എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ എന്തൊക്കെയാ നടക്കണേ? അപ്പൊ നമ്മ 3 പേരും 3 മക്കളാ? കൊള്ളാലോ. എന്നിട്ട് ഇപ്പോഴാണ് 2 പറയണത്? അത് പിന്നെ ഞാനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പറയാതിരുന്നത്. പക്ഷെ ഇപ്പൊ എന്തോ പറയാൻ തോന്നിയതുകൊണ്ട് പറഞ്ഞു. എങ്ങനെയുണ്ട്? സർപ്രൈസ് ആയാ? പിന്നെ ശരിക്കും സർപ്രൈസ് ആയി. ചേട്ടന്മാരെ പിന്നാലെ നീത്തിയായിരിക്കുമല്ലേ. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ മറന്നു. മോളെ ജിസു, നിനക്കെന്താ ബുസാനി പോവാൻ ഇത്ര ആഗ്രഹം? അത് ശരിയാ, എന്താ മോളു, നിനക്ക് ബുസാനി പോവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ. എന്നെ കൊണ്ട് അറിയാൻ പറയിപ്പിച്ചു. സത്യം പറയടി, എന്താ നിന്റെ മനസ്സിൽ? അത് പിന്നെ ഇന്നലെ ഞാൻ നിന്റെ ചേട്ടന് സ്റ്റോറി ഉണ്ട്. അപ്പോഴാ മനസ്സിലായത് പുള്ളിക്കാരൻ ബുസാനിലുണ്ടെന്ന്. അപ്പോ ചേട്ടനെ ഒന്ന് കാണാലോ. ഓ അങ്ങനെയാണല്ലേ. നടക്കട്ടെ. ഡാനി, നാത്തോനെ സൂക്ഷിച്ചോ. ബി അലേർട്ട്, ഓക്കെ? ജിസു, ആർ യു സീരിയസ്? എനിക്ക് നിന്റെ സംസാരം കേട്ടിട്ട് അങ്ങനെ തോന്നി. ആണോ? എഫോ, നിനക്കിട്ട് കിട്ടോട്ടാ. എടി അതേടി, ഐ എം ഡാം സീരിയസ് അബൌട്ട് ഹിം. ഐ എം നോട്ട് ജോക്കിംഗ്, ഓക്കെ? എക്സ്ക്യൂസ് മീ, നാത്തോന് സംസാരിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ക്യാൻ വി ഡു ആ ജോബ്? അല്ലെങ്കിൽ ടീം ലീഡ് വന്ന് എന്നെ വഴക്ക് പറയുള്ളൂ. പോരണ്ട്. എക്സ്ക്യൂസ് മീ, ഐ എം റേന. ഐ വാണ്ട് ടു സീ മിസ്റ്റർ റിഷൽ, പ്ലീസ്. Ma'am, please wait a moment. I will call. Hello, sir. Who want to talk to you? Okay, what's your name?
So please wait. Ma'am, what's your name, please? Oh, my name. It's Reina James. Reina, okay. Then get her in. Ma'am, now you can go to see Mr. Rusha. Okay, thank you. നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഫ്രണ്ട് ഓഫീസിലൊന്നും ചോദിക്കണ്ട, നിന്നോട് ഇങ്ങോട്ട് കേറിപ്പോരെ. പിന്നെ നീ എന്തിനാ അവരോടൊക്കെ ചോദിക്കണം? അത് കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നീ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. പറയണത് മൊത്തം കേട്ടിട്ട് വേണം റിപ്ലൈ തരാൻ. ഏട്ടനോട് പറയണ്ട. ഏട്ടൻ അറിഞ്ഞ പിന്നെ കുറച്ച് കുഴപ്പമാണ് കേട്ടോ. കാര്യം പറ, നീ കേട്ടിട്ട് ആലോചിക്കാം. പറ, ആരാ ശല്യം ചെയ്തത്? പേര്, ഫോട്ടോ, അത് മാത്രം മതി. പിന്നെ ബാക്കി ഞാൻ നോക്കിക്കോളാം. ഫോട്ടോ ഇല്ലായാലും കുഴപ്പമില്ല, പേര് മതി. Baby, ride me to the darkness of the night. Kill me softly like you want me the night. Oh yeah, I like my sister, and every day she says she don't even want your money, can buy you with someone else. She's addicted to the rush, I can never get enough. She desensitized her money, needed me with something else. Baby, turn me up. Baby, turn me up. Baby, turn me up. Love you, turn me up. Hit it from the back, you're louder than two sold out nights. I think she fell in love, she said she trusts me with the light. അത് കൊള്ളാം. നീ ഇപ്പൊ ഏട്ടനെക്കാളും കഷ്ടമായി വരുന്നുണ്ട്. ദേ, രണ്ടുപേർക്കും എന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും. അതല്ല, നിനക്കെങ്ങനെ മനസ്സിലായി ഒരുത്തൻ എന്നെ ശല്യം ചെയ്യണ്ടെന്ന്? Brother, I know you worried about. So, say, who is he? Photo? ഉണ്ടോ? ഫോട്ടോ ഉണ്ട്, പക്ഷെ നിന്നെ കാണിച്ചു തരില്ല. സംസാരിച്ചു തീർക്കാൻ പറഞ്ഞാൽ നീ ഇതിൽ സംസാരിച്ചു തീർക്കൂല, നീ ഇടിച്ചേ തീർക്കൂ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവൻ എല്ലാരെയും പോലെയല്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിച്ചേ. ഓക്കെ? നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. പ്ലീസ് ടെൽ ദാറ്റ് ക്ലിയർ. അത് പിന്നെ പുള്ളി ഒരു ദിവസം എന്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, ഹലോ, റേനയില്ലേ? ഒന്ന് സംസാരിക്കണമായിരുന്നു. ആ പറഞ്ഞു, കണ്ടൊരിക്കല്ലേ? Te tengo todo pa' mí. Estoy segura que tú no te quieres ir. Dice que mami, estoy puesta pa' ti. Espérame, no hasta que esta noche no te dejo dormir. Ese que te puse tuyo, tú eres mi papi, lo digo con orgullo. Tu sol, tu boca, tu beso me pertenecen. Baby, tú eres mi refugio. I hope that was just a preview. We had a taste and now I can't leave you. Yo no sé mucho, pero te siento allá en el fondo, en mis adentro. Algo me dice que yo estoy en lo correcto, que mi estrógeno requiere de tu texto. Yo vengo puesto para echarnos el resto, aunque sea tóxico como el asbesto. A tu canal me sintonizo, me conecto. Esto es amor, puedo verlo, detecto. Aquí nadie... അതെ, കുട്ടിക്ക് അറിയോ? അതെങ്ങനെ? അതൊക്കെ അറിയാന്നേ. താൻ കാര്യം പറ, താൻ എന്താ ഇപ്പൊ വന്നേ? അത് പിന്നെ കുട്ടി പ്രശ്നമാക്കില്ലെങ്കിൽ ഞാൻ പറയാം. ഇല്ല, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. താൻ പറഞ്ഞോ, കാര്യം എന്താ? അല്ല, എനിക്ക് പറയാനുള്ളത്, എനിക്കെന്താ പറയാനുള്ളത്, എന്റെ ഫ്രണ്ടിന് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് തുറന്നു പറയാനുള്ള ഭയമുണ്ട് അവന്റെ ഉള്ളില്. ഭയം പറയാൻ പറ്റൂല, മടിയാ. എങ്ങനെ പറയണോന്നറിയില്ല അവന്. ഓ, അപ്പൊ തനിക്കല്ല പറയാനുള്ളത്. എന്താ, അയാളെ വിളിക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടെ. കുട്ടി അവനോട് ദേഷ്യപ്പെടരുത്.
ഞാൻ വിളിച്ചു തരാം. എടാ എഡ്വിനെ, ഇങ്ങോട്ട് വാ. ആ എന്താടാ? ഇവളോ? ഇവളെന്താ ഇവിടെ? അവിടെ പൊട്ടി. നീ എന്തേലും പറഞ്ഞ ആളോട്? സത്യം പറയടാ, നീ എന്താ പറഞ്ഞേ? അറിയാ, സോറി, ഞാൻ അറിയാതെ നിനക്ക് ഇഷ്ടമുള്ള കാര്യം പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ സംസാരിക്കേ. ചേട്ടനെന്നാ അങ്ങോട്ട് മാറിക്കട്ടെ. എടാ ദുഷ്ട, ചതിച്ചല്ലേ നീ എന്നെ. ദേ, ഞാനൊന്നും പറയണില്ല. എന്റെ കൂട്ടുകാരനായപ്പോ ഇല്ലെങ്കണ്ടല്ലോ കാണിച്ചു തരായിരുന്നു നിന്നെ. ക്ഷമിക്കളിയാ, ഞാനിപ്പോ എന്തായാലും പറഞ്ഞു പോയില്ലേ. നീ എന്തായാലും ഒന്ന് ചെന്ന് സംസാരിച്ചു നോക്ക്. കേട്ടാ, ഒരു മിനിറ്റ്. എഡ്വിനെ, ഇങ്ങോട്ട് വാ. എന്നിട്ട് നീ കാര്യം പറ. എന്താ പറയാനുള്ള? അത് പിന്നെ കുട്ടി പ്രത്യേകിച്ചൊന്നുമില്ല. അവൻ പറഞ്ഞില്ലേ, എനിക്ക് കുട്ടി ഇഷ്ടമാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. ആ കൊള്ളാം. തനിക്ക് ഇത് പറയാൻ എന്നോട് ഇത്രയും ടെൻഷനോ? എടോ, ഞാനൊരു കാര്യം പറയട്ടെ. എടോ, എനിക്ക് 2 ഏട്ടന്മാരാ ഉള്ളേ. അവന്മാരോടൊക്കെ സംസാരിക്കുമ്പോ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇങ്ങനെ സംസാരിച്ച അവന്മാർ ഇങ്ങനെയൊന്നും ആയിരിക്കൂല നിന്നോട് പെരുമാറാൻ പോണത്. പിന്നെ ഉണ്ടല്ലോ, ഈ കാര്യത്തിനെ പറ്റി ഞാൻ നല്ലോണം ഇരുന്ന് ആലോചിക്കട്ടെ. നോക്കാം. ശരി, ഞാൻ പോട്ടെ. അങ്ങനെ ടെൻഷനൊന്നുമില്ല. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. പിന്നെ മറക്കാതെ പറയണേ. താങ്ക്സ്. ഐ തിങ്ക് ഹീസ് എ ഗുഡ് പേഴ്സൺ. ബട്ട് അവൻ നിന്നെയാണല്ലോ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവനെ എനിക്കൊന്ന് കാണണം. അവനോട് പറഞ്ഞേക്ക് കാണാൻ വരാൻ, കേട്ടോ? ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്. നീയൊക്കെ ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിലും അറിയോന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാനായിട്ട് പറഞ്ഞത്. ഇതെങ്ങാനും നീ പ്രശ്നമാക്കിയ കേട്ടല്ലോ. ഓക്കെ, എന്നാ ഇന്ന് വേണ്ട, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് സംസാരിക്കാം അവനോട്. പോരെ? 2 ദിവസം കഴിഞ്ഞിട്ട് അവനോട് കമ്പനിയിലോട്ട് വരാൻ പറയണം, കേട്ടല്ലോ? നീ എന്തായാലും മറന്നു പോകുന്ന എനിക്കറിയാം. ഞാൻ വിളിച്ചോർമ്മിപ്പിച്ചോളാം. പിന്നെ ഏട്ടൻ അറിഞ്ഞ മര്യാദക്ക് സെറ്റാക്കി കാണും, കേട്ടല്ലോ? ദിസ് ഈസ് മൈ ഫസ്റ്റ് റിക്വസ്റ്റ്. ഓക്കെ? ഹേയ്, ഞാനായിട്ട് എന്തിനാ പറയണേ? നീയായിട്ട് പറഞ്ഞില്ലേ, ഇനി ഞാനായിട്ട് എന്തിനാ പറയണേ? ഏട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഏട്ടാ, ഇങ്ങോട്ട് വാ. എന്താണ് പേര് പറഞ്ഞ? എഡ്വിൻ. കൊള്ളാന്ന് തോന്നുന്നു. എന്തായാലും കാണാൻ വരാൻ പറഞ്ഞേക്ക് 2 ദിവസം കഴിയുമ്പോ. ദുഷ്ട, നിനക്ക് ഒരു വാക്കാനോട് പറയാറുന്നില്ലേ ഏട്ടനുണ്ടെന്ന്? പന്നി തരാതെ നിനക്ക് ഞാൻ. സോറി മോളു, ചേട്ടനെ മനഃപൂർവ്വം പറയാതെ ഇരുന്നതാ. പിന്നെ ഏട്ടാ, കൊച്ചിനൊന്നും പറയാൻ നിക്കണ്ട.
അവളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോ, പക്ഷെ അവളെന്തേലും പറഞ്ഞ നിനക്ക് തോന്നുന്നുണ്ടോ ഋഷ് ഞാൻ അവളെ പിളങ്ങുന്നു? റീന, നിനക്ക് അവൻ ഇഷ്ടമുള്ളതല്ല, ദാറ്റ്സ് നോട്ട് എ മാറ്റർ, ബട്ട് ഹി ലൈക്സ് യു, ദാറ്റ്സ് എ മാറ്റർ. അപ്പോ അതുകൊണ്ട് അവനോട് എന്നെ എന്തായാലും ഋഷി പറഞ്ഞ പോലെ 2 ദിവസം കഴിഞ്ഞിട്ട് കാണാൻ വരാൻ പറയണം. ഞാനും ഉണ്ടാവും, ഋഷു ഉണ്ടാവും. ഓക്കെ? ഓക്കെ, എന്തായാലും ഞാൻ പറയാം. പിന്നെ അവിടെ കിടന്നെങ്ങാനും ഷോ വറയ്ക്ക, ഋഷ് നിന്നോടാണ്, മര്യാദക്ക് സംസാരിച്ചോളണം. ഓക്കെ? പിന്നെ ആംലി ബൈ. ഒരു കാര്യം ഞാൻ പറയാം. നാളെ ഡാനി വരും. ജോ ഇന്ന് അവരെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. അപ്പോ നാളെ അവരെന്തായാലും ഇങ്ങോട്ട് വരും. സോ തല്ല് പേടിച്ച എന്റെ കയ്യിൽ നിന്ന് 2നും നല്ലത് കിട്ടും. നിനക്കായിരിക്കും കിട്ടാൻ പോണത്. ഞാൻ നിന്നോട് ഇപ്പഴേ പറഞ്ഞേക്കാം, തല്ല് പിടിക്കാൻ നിക്കരുത്. ഓക്കെ? ഓ, ഹാപ്പി ശാശ വന്നിണ്ട. അവിടെ ഇങ്ങോട്ട് കെട്ടിരിക്കണത് പണ്ടാറങ്ങളൊക്കെ. എന്തോ എങ്ങനെ എന്റെ കൊച്ചിനെ നീ എന്തേലും പറഞ്ഞ നല്ലത്? അയ്യോടാ, ഞാനേ ഏട്ടന്റെ ഇത്രയും ബോണ്ടങ്ങ് മറന്നുപോയി. സോറി കേട്ടോ. അതോർത്തോ നീ. പിന്നെ അവള് മാത്രല്ല, അവളുടെ ഫ്രണ്ട്സും ഉണ്ടാകും കൂടെ. ഇവനെനിക്ക് പേടിയില്ല, കാരണം ഇവനിപ്പോ ഒരു പെണ്ണിന്റെ പുറകെയാണെന്നൊക്കെ എനിക്കറിയാം. പിന്നെ ആൾമാരുടെ കൂടെ നിന്റെ അനിയത്തിയുമുണ്ട്, അവൻ അടങ്ങിക്കോളൂ. അയ്യോ, ആ പ്രാന്തി ഉണ്ടാ കൂടെ അളിയാ, ഞാനും പെട്ടടാ. ആഹാ, അവളും ഉണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഇവിടെ എന്തേലൊക്കെ നടക്കും. അതാ പറഞ്ഞത്, മര്യാദക്ക് നിന്നോണ 2 കേട്ടല്ലോ. എടാ, രണ്ടിനെ സ്വഭാവം അറിയാലോ. എങ്ങനെ മിണ്ടാതിരിക്കാനാണ് വല്ലതും പറയുമ്പോ വന്ന് ഈ ചൊറിയലല്ലേ. പിന്നെ ഇങ്ങനെയാണൊക്കെ വല്ലതും പറയാതിരിക്കും. പിന്നല്ലാണ്ട് 2ന്റെ സ്വഭാവം പിന്നെ എനിക്കറിയൂലേ. ഒരു കാര്യം ചെയ്, ഞാനിതായാലും ആൾമാരോട് പറഞ്ഞോളാം. നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. ഇങ്ങോട്ട് വന്നാലും എന്നോട് ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ നിർത്തോളാം. എന്നാ കൊള്ളാം. ഞാനൊരു കാര്യം പറയാം, മര്യാദക്കാണെങ്കിൽ ഞങ്ങളുണ്ട് മര്യാദക്കാണ്. പെങ്ങന്മാരോടെ പറഞ്ഞേക്ക് കേട്ടോ. ഒന്ന് വേഗം വാരൂ. ഇടി നിന്റെ ചേട്ടൻ ഇവിടെ താഴെ വന്ന് നിക്കണേണ്. 2ന്റെ ഒരുക്കം കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊന്ന് പോവായിരുന്നു. ആടി വരാണ്. ആ പൊട്ടം കുറച്ചൊരാള് നിക്കട്ടെ, നമുക്ക് കുറച്ച് വൈകിയൊക്കെ പോയാ മതി. എടി പോത്തെ, എടി നിന്റെ ചേട്ടൻ അവിടെ നിക്കണതിലല്ല, ഫ്ലൈറ്റിന് സമയായി, വേഗം വാറണ്ടുവന്ന്. ഹലോ, എങ്ങനെ? ഞാനേ നേരത്തെ എഴുന്നേറ്റ് റെഡിയായി നിക്കുക. അവള് മാത്രം ഉള്ളു ഇനി റെഡിയാവാൻ കേട്ടോ. ജസു, വേഗം റെഡിയായി വാ, സമയാവാറായി. 1 മിനിറ്റ്, മുടിയൊക്കെ ഇടി ഞാൻ റെഡിയാക്കി വെച്ചേക്കോ. എനിക്ക് ക്ലിപ്പങ്ങളിട്ട പോലെ എന്റെ തീർന്ന്. വാ വാ, പോവാ. അതെ, എന്തായാലും അവനായിട്ടൊരു ഇടി ഉണ്ടാവും വൈകിയതുകൊണ്ട്. അപ്പൊ എന്തായാലും വാ. നീ ഞാൻ എത്ര നിന്നെയൊക്കെ നോക്കി നിക്കണം. എനിക്ക് പാമ്പൂരുടെ ഞാൻ ഭാഗത്തോട്ട് വരുന്നേ, വന്നില്ലേ, ഒന്ന് വേഗം വന്നേ. അത് ചേട്ടൻ ഞങ്ങളല്ലേ ഇവളെ ഇത്ര പ്രാവശ്യം പറഞ്ഞറിയോ, വേഗം പറയാൻ കേട്ടില്ല. ഓ, ഈ പിശാശിനെ കൊണ്ട് നിന്നെ ഉണ്ടല്ലോ. ഞാനിപ്പൊ തല്ലി പിടിക്കാനൊന്നുമില്ല. പോയി 3 കാറിക്കേ. അല്ലെങ്കിലും നിന്നോട് മിണ്ടാനിരിക്കാൻ താല്പര്യമില്ല. നീ ഇവിടെ വാക്കിക്കണ. വാ, വേഗം പോവാ. അവിടെ ചെന്നിട്ട് വേണം എനിക്ക്. വാ.
നീ ഉണ്ടാവേ. അതേ ഞാനൊരു കാര്യം പറയാം. നീ ഫ്രണ്ടിൽ ഇരിക്കണ്ട. നീ ഫ്രണ്ടിൽ ഇരുന്നാലേ നമ്മ അവസാനം ഇടിയാവും. ഒരു കാര്യം ചെയ് ഡാനി, നീ ഇരുന്നാ മതി. ഞാനോ? എഫ്രോ നീ ഇരിക്കൂലേടി? അയ്യോ വേണ്ട, നീ തന്നെ പോയിരുന്നാ മതി. പോ സമയമില്ല. ആ മതി സംസാരിച്ചാ മതി. എല്ലാം പോയി കാറിക്കല് പോ. ഇനി നേരെ ബുസാനിലോട്ട്. ഓക്കെ. അവൾമാരുടെ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. വന്നു കഴിയുമ്പോ ഇന്നലെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ രണ്ടിനും. കേട്ടാ, തല്ലി പിടിക്കാനൊന്നും നിക്കരുത്. ഞാനെന്നാ ഇറങ്ങുവാ. ഞാൻ വൈകുന്നേരം വരാം. ആ എന്നാ ശരി, പോയിട്ട് വാ. ഓക്കെ ബൈ. അല്ല ഏട്ടാ, ആൾമാരുടെ കൂടെ ജോ അല്ല പോയേക്കണത്? ജോയിന്റെ അനിയത്തി ഉണ്ടാവൂലേ? അതൊരു തലറിച്ച സാറോടൊന്ന് പറഞ്ഞേട്ടായിരുന്നല്ലോ. പിന്നെ അല്ലാണ്ട് അതിനെ നിനക്ക് അറിയാഞ്ഞിട്ടാ തലറിച്ചെന്ന് പറഞ്ഞാ അതാ തലറിച്ചത്. ജോ പറയണ കേക്കണം അതിനെ പറ്റി. ആ എന്തായാലും രണ്ടുപേരും കൂടെ തല്ലി പിടിക്കാൻ നിങ്ങൾ എത്തിയാ മതിയായിരുന്നു. എന്റെ ദൈവമേ. ആ വരട്ടെ, വരുമ്പോ കാണാം. അത് കൊള്ളാം. അപ്പൊ എന്തായാലും ഒരു വീഡിയോ ഉറപ്പാ. മര്യാദക്ക് നിങ്ങൾ എത്തിയാ മതിയായിരുന്നു നാലെണ്ണം. എന്റെ ദൈവമേ. ആ എന്തായാലും എന്റെ അനിയത്തി അതൊരു ഒടുക്കത്തെ സാധന. എന്തായാലും എന്റെ അനിയത്തിയുടെ സ്വഭാവമൊന്നാവാന്നത് ഭാഗ്യ കൊച്ചിന്. പണ്ടാറങ്ങൾ ഇനി വരുമ്പോ കാണാം. നമ്മളുടെ കാര്യം ഏകദേശം തീർന്നെന്നാ തോന്നുന്നത്. അത് നീ നോക്കണ്ടടാ, എല്ലാത്തിന്റെയും സ്വഭാവം ഒരേ കണക്കാ. ഇനി വരുമ്പോ നമ്മുടെ കാര്യം തീർന്നു. അല്ല, അവൾമാരുടെ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടേ. എനിക്ക് വരുമ്പോ തുടങ്ങും. ഏട്ടനെന്നും കിട്ടും. അവൾമാര് കിടന്ന് കല തിരക്കും. പിന്നെ നമ്മ ഇവിടെ മൂട്ടൻ ഇടിയാവും. പോയി ക്ലീൻ ചെയ്തിട്ടേ നീ പോയി അവളുടെ റൂം. ഞാൻ അവളുടെ ക്ലീൻ ചെയ്തിടാം. ചേട്ടൻ ജിസുവിന്റെയും പിന്നെ ജോയിന്റെ റൂം നേരത്തെ ക്ലീൻ ചെയ്തിട്ട് ഇനി അവൾമാരുടെ രണ്ടുപേരും ക്ലീൻ ചെയ്യാനുണ്ട്. ആ പോയി ക്ലീൻ ചെയ്യാം. അയ്യോ, ഡാനിയിൽ ഇതുവരെ മഞ്ഞില്ലല്ലോടാ. അവൻ വന്നിരുന്നെങ്കിൽ അവൾമാരെ വെക്കിട്ടുകാരാണ്ട് മര്യാദക്കൊക്കെ നിന്നോളൂ. പക്ഷെ അവനില്ലല്ലോ. അവനിങ്ങി പോരാനാ. പണ്ടാറ് ഇപ്പെങ്ങാനും അവൾമാര് കേറിയെങ്ങാനും വന്നാ തീർന്നു നമ്മ. എന്തായാലും നോക്കാം. പറഞ്ഞടാ, പണ്ടാറ കിടക്ക ഇരുന്നൊക്കെ എന്ത് 100 വയസ്സാണല്ലോ. ആഹാ വന്നാ അളിയാ. എന്നാ ശരി, ഞാനെന്നാ അങ്ങോട്ട് പോവാ. ഞാൻ റൂമിലുണ്ടാവും. ഞാൻ കുറച്ച് കഴിയുമ്പോ ഇറങ്ങി വരാം. നീ അതൊന്ന് കൈകാര്യം ചെയ്യ്. ശരി. ഇവിടെ തണ്ടി എന്നെ ഒറ്റക്കിട്ടുണ്ട് പോലടാ. എനിക്ക് വയ്യവന്മാരൊറ്റക്ക് കൈകാര്യം ചെയ്യാൻ. നീയും കൂടെ ഒന്ന് സഹായിക്കടാ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ബൈ. ഏട്ടാ, കൊറേ നാളായാലും കണ്ടിട്ട്. എന്താണ്, സുഖമല്ലേ രണ്ടുപേർക്ക്? പിന്നെ എന്താണ്? ആ ഹലോ, വന്നാ? സുഖമില്ല എല്ലാത്തിനും. പിന്നെ ഞാൻ മാത്രമല്ല, രണ്ടുപേരും കൂടെ ഉണ്ട്. ഒരാള് പുറത്തുപോയി, ഒരാള് റൂമിലുണ്ട്. അത് അവൻ കുറച്ച് കഴിയുമ്പോ വരും. ആ വാ കേറ്. എഫ്രമോളെ, സുഖമല്ലേ നിനക്ക്? പിന്നെ എനിക്ക് സുഖം. ചേട്ടനോ? ആടെ സുഖം. ആ എന്തായാലും അകത്തോട്ട് കേറ്. സർപ്രൈസ് വേണ്ട മക്കൾക്ക്. വാ കേറ്. എടി കുണ്ടിത്തോളെ, വേമ്പാ. എന്നിട്ട് അവിടെ പോയി ഇരിക്കി. ഞാൻ പോയി എല്ലാവർക്കും കുടിക്കാനുള്ളത് എടുക്കാം. പുറപ്പട്ടി കുണ്ടിത്തവളെ, നിന്റെ മറ്റവളെ പൊളിച്ചാ കുണ്ടിത്തവളെന്ന് കേട്ടാ. എന്നോട് ഞാൻ പറഞ്ഞിട്ട് തന്നെ അങ്ങനെ വിളിക്കരുന്ന്. കാണിച്ചു തരാ നിന്നെ. ഏട്ടനോട് വിളിക്കും ഞാൻ പറയണുണ്ട്. എന്റെ മറ്റവളെന്തേലും പറഞ്ഞാണ്ടല്ലോ ഇടിക്ക് ഞാൻ പിടിച്ച്. അല്ല നീ എന്നെ എന്ത് ചെയ്യാൻ പോവാ? നിങ്ങൾ